എടി ഇത് കുറച്ച് നാൾ മുമ്പത്തുള്ളൊരു ഫുട്ടേജാണേ. ഞാനും എൻ്റെ ഫ്രണ്ടും DC പടം കണ്ടിട്ട് അന്ന് രാത്രി ഒരു തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ കയറി. അതിൻ്റെ മാളിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഫുട്ടേജാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫ്രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മുസമ്മില് നാട്ടിലില്ല, തിരക്കുള്ള മനുഷ്യനായി പോയി മുസമ്മില്. അപ്പൊ എനിക്കെന്താ പറയാനുള്ളവരോട്? എപ്പം കൂടിയ കാണണം. കണ്ടിട്ട് രണ്ട് ചായലും കുടിച്ച് ട്രിപ്പെല്ലാം പോകണ്ട നമുക്ക്. ട്രിപ്പ് പോകണം, അതിനെല്ലാവരും കൂടി വിചാരിക്കണ്ടേ, നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയാ? എല്ലാവരും ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും വിചാരിക്കണം. ട്രിപ്പ് പ്ലാൻ എടുത്തല്ലാണ്ട് ഒരുത്തനും വരുന്നില്ലല്ലോ. രാത്രി 12 മണിക്കുള്ള കാഴ്ചയാണ് ഇതെല്ലാം. ലൈഫിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. വാട്ട് യു മീൻ ബൈ ലൈഫ്? വാട്ട് യു റിയലൈസിങ് അബൌട്ട് ലൈഫ്? രാത്രിയുടെ മറവിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. എവിടെയാണ് വന്നിട്ടുള്ളത്? സ്ഥലം പറയോ? കണ്ണൂരല്ലേ? സ്ഥലം കണ്ണൂരല്ലേ? സെക്യൂര സെന്ററിന്റെ മുമ്പിലത്തെ ഷോപ്പ് ഇതാണ്. നമ്മൾ സെക്യൂര സെന്റർ. പിന്നെന്താ അപ്പ ബീഫും വേണ്ട. പിന്നെന്താ പിന്നെന്താ പൊറോട്ടയും ബീഫും? ബീഫുണ്ട്. പൊറോട്ട ബീഫ് എടുക്കൊന്ന്. പൊറോട്ട വേണേ? ഇടക്ക് പൊറോട്ട ഒരു വ്ളോഗ് കുത്തോറോട്ട മിക്സ്. കൊത്തുപൊറോട്ട പൊറോട്ട മിക്സും ഒരു പൊറോട്ട ഒരു 10 രൂപ. അതിന്റെ പേര് ഒരു പുൽസയും വെച്ചോ പൊറോട്ടന്റെ പേര്. അപ്പൊ ഇതാണ് നമ്മളെ അവസ്ഥ. നമ്മളെന്തറിയോ, നമ്മ എന്തെല്ലോ തിന്നണമെന്നാലും മേടിക്കും, പക്ഷെ നമുക്കൊന്നും അങ്ങനെ ക്ലാരിറ്റി കിട്ടൂല. നമ്മിങ്ങനെ ഓർഡർ ചെയ്യാൻ വിചാരിക്കും, പക്ഷെ ഞാൻ എത്രയോ പ്രാവശ്യം ഉണ്ടല്ല ഓർഡർ ചെയ്യാൻ വിചാരിക്കും, പക്ഷെ ഫൈനൽ എത്തുന്നത് ഏതെങ്കിലും ഒരു ചെറിയ മെനുവിലായിരിക്കും. ചിലപ്പോ ഇപ്പോ എന്തെങ്കിലും വെറൈറ്റി ഉള്ള ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എത്തുന്ന ഒരു ബിരിയാണിയിലോ അല്ലെങ്കിൽ ഒരു മന്തിയിലോ ആയിരിക്കും. നമുക്കറിയാം എന്താണ് ലോഡഡ് പ്രൈസ് അങ്ങനെ പറയും, പക്ഷെ നമ്മൾ എത്തുന്നത് ഇപ്പോ പൊറോട്ടയും ബീഫിലോ അല്ലെങ്കിൽ അപ്പം പൊള്ളിച്ചതിലോ എന്തെങ്കിലും ആയിട്ട് എത്തും. അതാണ് നമ്മളെ ഹൈലൈറ്റ്. 10 ബീഫ് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഓണർ ഇവനാണ് ഇത് വാങ്ങിയത്. പതനിക നിസാരി. ഓ ലൊട്ട എന്റെ വരുന്നല്ല വയല്. ഇത് പൊറോട്ടയാ? ഇത് 10. ഒരു മിനിറ്റ്, ഇനി ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇതിന്റെ മുകളിലൊരു ബുൾസൈ പറഞ്ഞാലോ? ബുൾസൈ ഇട്ടില്ലേ? ഒരു ബുൾസൈ പറഞ്ഞാലോ ഇതിന്റെ മുകളിൽ? സീരിയസ്ലി നല്ല ഡീസൻ. ലൈറ്റ് നൈറ്റ് ശരിക്കും ഫോക്കസ് ചെയ്തോ? എനിക്ക് തന്നതല്ല. അപ്പൊ തന്നെ ഓൾ ബീഫ് സ്പൈസി അല്ല, യമ്മി. മോനെ ഇത് നിങ്ങൾ കഴിച്ചാ നിങ്ങൾ പിന്നെ ഒന്നും വേണ്ട, 2 ദിവസത്തേക്ക്. അങ്ങനല്ല, ബൂസ്റ്റല്ലേ ഇത്? അടിപൊളി. നിങ്ങൾ ഇരിക്കും ഞാൻ അഭിനയിക്കുന്ന പക്ഷെ കുറച്ചെല്ലാം അഭിനയിക്കണം, അല്ലാണ്ട് ഒരു ഫീലിംഗ് കാണുന്ന നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടൂല. സീരിയസ്ലി വേണ്ട, നീ ഇനി ഇവൻ കഴിക്കേണ്ടത്, ഇനി ഇവന്റെ ഊഴമാണ് ഗൈസ്. മധുരമിട്ടോ പുട്ടങ്ങനെ. പിന്നെ നമ്മ വേറെന്ത് പറഞ്ഞേ? ഇതല്ലാണ്ട് ഇത് 2 പറഞ്ഞുള്ളൂ. അല്ല വേറെന്ന് പറഞ്ഞില്ല നമ്മള്. ഗൈസ്, ഒരു ബ്ലോഗറിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാം.
നമ്മൾ ഏത് മൊമെന്റും ക്യാപ്ചർ ചെയ്യാൻ നിൽക്കണം. പൂച്ചയെ പോലെ അല്ല, എന്താണ് അങ്ങനൊന്നുമില്ല, പൂച്ചയെ പോലെ എന്തോ ഉണ്ട്, അതേപോലത്തെ സംഭവം നമ്മൾ ചെയ്യണം. നമുക്ക് ഏത് മൊമെന്റ്സ് എപ്പോൾ കിട്ടാനെങ്കിലും കേട്ടോ. ഇപ്പൊ ഇങ്ങനെ വണ്ടി പോന്ന് നമ്മളിങ്ങനെ ഇതാ ഫുഡ് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്തിട്ട് ഡയറ്റ് കൊടുക്കണ്ട വരുവാണ്. നമ്മളിപ്പോ സമൂഹത്തോടെ ഇടപഴകി ജീവിക്കണം. അല്ല അത്രക്ക് ഇടപഴകണ്ട, എന്നാലും ഇടപഴകണം. എനിക്ക് മനസ്സിലായിട്ട് പൊട്ടാ അറിയുന്നല്ലോ. അത് വേണ്ട, എനിക്കിങ്ങനെ ഇഷ്ടം. പിന്നെ ആന ആസ്വദിക്കുന്നില്ലേ ഒരു 10 മിനിറ്റ് നല്ല സ്പോൺസർ ബിലാലാ. എന്നിട്ട് അപ്പൂസ് പ്ലേറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു guys. ഇങ്ങനെ എടുക്കാം സാധനം, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കാണിച്ചാലോ, നമ്മളിങ്ങനെയെല്ലാം കഴിയും. നമ്മൾ സ്റ്റാൻഡേർഡ് കുറച്ച് കുറഞ്ഞ ടീമാണ്, നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഉള്ളൂ. ഫോക്കസ് ചെയ്യണം. അപ്പൊ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യും നിങ്ങള്. ഏതോ ഒരു ഞാൻ ഈ ഫസ്റ്റ് ബിരിയാണി കഴിക്കാൻ പോയപ്പോ ആളാ ഞാൻ ബിരിയാണിന്റെ ഷോട്ടെല്ലാം എടുത്ത് കഴിഞ്ഞ് എന്റെ ആള് ബില്ല് കൊടുക്കാതെ വരെ പറയുന്നത് സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 55 സബ്സ്ക്രൈബറുള്ളേ എന്റെ ചാനലിൽ എങ്ങനെ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടുക? നന്നായിട്ട് സംസാരിക്കാനാണ് ഗൈസ്. നിങ്ങൾക്ക് ബ്ലോഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടോ ഇങ്ങനെ ചിന്തിക്കേണ്ടത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ്, പ്ലീസ് ഗോ ഹെഡ്. അത്രേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അനക്ക് എന്ന് പറഞ്ഞ സത്യം, അനക്ക് എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഈ ഫസ്റ്റത്തെ വ്ളോഗ് ഇങ്ങനെ എടുത്തതാണ്. എനിക്ക് ആ ബിരിയാണി നിന്നേ ഒരു ഫസ്റ്റത്തെ ഒരു ബിരിയാണീന്റെ ഒരു വ്ളോഗ് ഉണ്ടായി. അങ്ങനെ വീഡിയോ ആയിട്ട് ഇട്ടിനി. രണ്ടാമത്തെ വീഡിയോ ആറ്റോ എന്റെ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയിട്ട് രണ്ടാമത്തെ വീഡിയോ ആറ്റോ. ആദ്യത്തെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു പപ്സ് നിന്നൊരു വീഡിയോ ഇട്ട് അത് കണ്ടിനാ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല, ശരിക്കും നല്ല ടേസ്റ്റ്. ഞാൻ സമീർ ആണ് ഈ കടൻ്റെ ഓണർ. മൂപ്പര് പറയുന്നത് വെച്ചാൽ 16 കൊല്ലമായി മൂപ്പരയുടെ പണിയെടുക്കുന്നത്. ഉച്ചക്ക് 1 മണി തൊട്ട് രാത്രി 1 മണി വരെയാണ് കട ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത് സെക്യൂറ മാളിൻ്റെ ഓപ്പോസിറ്റ്, താഴെ ചൊവ്വ സെക്യൂറ മാളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പേരില്ലാത്ത കടയാണ്. ഇതിലുണ്ട് പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, ബോട്ടി ഉണ്ട്, അങ്ങനെ എല്ലാ ഫുഡും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വന്ന് ട്രൈ ചെയ്യാന്നുള്ളതാണ്.